ഹായ്, ദിസ് ഇസ് മീ കസാക് ബെൻജാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ ഹാർഡ്നെസ്സിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസാണ്. ഇത് ഒരു വീഡിയോ അല്ല, ഒരുപാട് ടോപ്പിക്കുകൾ, ഒരുപാട് ദൈർഘ്യമില്ലാതെ തന്നെ ഞാൻ പറയാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നീഡ് എ ബ്രേക്ക് ത്രൂ. കാരണം നമുക്കൊരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ്, ഒരു കുതിച്ചുള്ള മുന്നോട്ട് പോക്ക് ആവശ്യമാണ്. നമ്മൾ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ബിസിനസ് തകരുന്നു എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെടുന്നു എന്നുള്ള ടെൻഷൻ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഞാനിതിൽ മരിച്ചു പോകുമോ എന്നുള്ള ടെൻഷൻ അടക്കമുള്ള പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം പല മനുഷ്യന്മാരും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു കിടക്കാൻ കഴിയും? ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു വലിയ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ ചോയ്സ്? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആർ യു പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ടു വിൻ ഓർ ലൂസ്? ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ, അതോ വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം? ബിക്കോസ് അവർ ലൈഫ് ഈസ് ഓൾവേസ് അവർ ചോയ്സ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. പ്രതിസന്ധി മനുഷ്യന്മാരുടെ ലൈഫിൽ സ്വാഭാവികമാണ്. ബുദ്ധിമുട്ടുകൾ, അപ്പ് ആൻഡ് ഡൗൺസ്, ഇതെല്ലാം മനുഷ്യന്മാരുടെ ലൈഫിൽ സ്വാഭാവികമാണ്. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ വിജയിക്കണോ അല്ലെങ്കിൽ പരാജയപ്പെടണോ, അത് നമ്മുടെ ചോയ്സ് ആണ്. കാരണം ഓരോ പ്രതിസന്ധി നമുക്ക് തരുന്നത് രണ്ടവസരമാണ്: ഇരയാവാനുള്ള അവസരം, വാരിയർ ആവാനുള്ള അവസരം. ഇരയായി തീരുക അല്ലെങ്കിൽ പോരാളിയാകുക. ഇരയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഉള്ളിലേക്ക് വീണുപോയി അതിലൂടെ തന്നെ എല്ലാം തകർന്ന് തരിപ്പണമായി അതോടുകൂടി തന്നെ നമ്മൾ അങ്ങ് അവസാനിച്ചു പോകുക എന്നതിന് പറയുന്ന പേരാണ് ഇരയാവുക. ഇവിടെ നിങ്ങൾ ഇരയാവാനാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അതല്ല, ഈ പ്രതിസന്ധിയെ, ഈ യുദ്ധമുഖത്ത് യുദ്ധം ചെയ്ത് വിജയിച്ച് പോരാളിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണോ? കാരണം ഒരു പോരാളിയും മരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് ഇറങ്ങാറില്ല. ജയിക്കാൻ കഴിയുമെന്നുള്ള, ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്റെ മുഴുവൻ സന്നാഹങ്ങളും എടുത്ത് യുദ്ധത്തിനിറങ്ങുന്ന പോരാളികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങളൊരു പോരാളിയാണോ? അതല്ല, ഈ പ്രതിസന്ധിയിൽ വീണ് തകർന്ന് തരിപ്പണമാകാൻ സ്വയം തീരുമാനിച്ച ഇരയാണോ? സോ ദിസ് ഈസ് യുവർ ചോയ്സ്. യുവർ ലൈഫ് ഈസ് ഓൾവേസ് യുവർ ചോയ്സ്. നമ്മുടെ ലൈഫ് എല്ലാവരുടെ ലൈഫും നമ്മുടെ ചോയ്സ് തന്നെയാണ്. സോ ഒരിക്കലേ ഒരു കഥയുണ്ട്. ഒരു ദ്വീപരാജ്യം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് തന്റെ സൈന്യത്തെ കൂട്ടിയിട്ട് യാത്ര പോവുകയാണ്. തന്റെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും പരമാവധി സൈന്യത്തെയൊക്കെ ശേഖരിച്ചുകൊണ്ട് കപ്പലിൽ യാത്ര പോയി. കപ്പൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് തന്റെ വരവ് എങ്ങനെയോ ഈ രാജ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ കൊണ്ടുവരുന്ന കപ്പലിൽ കൊണ്ടുവരുന്ന സൈന്യത്തെക്കാളും എത്രയോ ഇരട്ടി സൈന്യത്തെയും എത്രയോ ഇരട്ടി ആയുധങ്ങളും റെഡിയായിട്ട് തന്നെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പരാജയം ഉറപ്പിച്ച് രാജാവ് ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ സൈന്യാധിപനോട് പറഞ്ഞു, നമ്മൾ വന്ന കപ്പൽ കത്തിക്കണം. എന്താണ് രാജാവേ? കപ്പൽ കത്തിക്കാനോ? യെസ്, കപ്പൽ കത്തിക്കണം. രാജാവിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമേ സൈന്യാധിപന് നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മനസ്സോട് കൂടിയിട്ട് കപ്പൽ കത്തിച്ചു. കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കിയിട്ട് രാജാവ് തന്റെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മൾ വന്ന കപ്പൽ ഇതാ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നുകിൽ ഈ കടലിൽ ചാടി മരിക്കാം, അതല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് വീട്ടിൽ പോകാം. യുദ്ധത്തിനിടയിൽ ഓടി വന്ന് രക്ഷപ്പെടാൻ നമുക്കിനി ഒരു കപ്പലില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പരാജയത്തിലേക്ക് പോകാനും ഇരയായി തീരാനും സാധ്യതയുള്ള, വെറുതെ ഇരിക്കാൻ തോന്നുന്ന, ഇരയായി തീരാമെന്ന് തീരുമാനമെടുക്കാൻ തോന്നാൻ സാധ്യതയുള്ള ആ കപ്പൽ ആദ്യം കത്തിച്ചു കളഞ്ഞിട്ട് വേണം യുദ്ധത്തിന് ഇറങ്ങാൻ. അല്ലെങ്കിൽ തിരിച്ച് ആ ഇരവാദത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തോന്നും. ആർ യു റെഡി ടു ബേൺ യുവർ ഷിപ്പ്? തിരിച്ചു പോകാൻ തോന്നുന്ന എല്ലാ പാലങ്ങളും എല്ലാ ഷിപ്പുകളും കത്തിച്ച് കളഞ്ഞിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് ഒരു പോരാളി വേണ്ടത്. ആ പോരാട്ടമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുകയുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദിസ് ലോക്ക്ഡൗൺ പീരിയഡ്, ഈ ലോക്ക്ഡൌണിന് ശേഷം, ഈ ക്രൈസിസിന് ശേഷം ലോകം ഒരു പുതിയ ലോകം തന്നെയായിരിക്കും. നമ്മൾ വിചാരിച്ച ലോകമായിരിക്കില്ല. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ലോകത്തുണ്ടാകും. നമ്മുടെ വർക്ക് കൾച്ചറിലുണ്ടാകും, ബിസിനസ് കൾച്ചറിലുണ്ടാകും. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കുന്ന പല ഇൻഡസ്ട്രികളും തകർന്ന് തരിപ്പണമാകും. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ഇൻഡസ്ട്രികളും കുതിച്ചുയരും. ബിക്കോസ് വി ആർ ഗോയിങ് ടു എ ന്യൂ വേൾഡ്. ഇഫ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു ബി ന്യൂ, why don't you to be new? എന്തുകൊണ്ട് നമുക്ക് പുതിയതായിക്കൂടാ? ലോകം ഈ ഒരു ലോക്ക്ഡൌണിന് ശേഷം ഒരു പുതിയ ലോകമായിട്ടാണ് വരാൻ പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു പുതിയ ഞാനായിട്ട് മാറിക്കൂടാ? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ലോകം പുതിയതാണെങ്കിൽ ഐ വിൽ ബി എ ന്യൂ പേഴ്സൺ. നമ്മൾ ഓരോരുത്തരും പുതിയതായിരിക്കണം. പുതിയ വെല്ലുവിളികൾ ഈ ലോകത്തുണ്ടെങ്കിൽ പുതിയ അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കാൻ കഴിയണം. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് നമുക്ക് തയ്യാറായി വരാൻ കഴിയണം. പുതിയ ആവശ്യങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ പുതിയ കഴിവ് ഞാൻ നേടും. ഇഫ് ദർ ഇസ് എ ന്യൂ റിക്വയർമെന്റ്, ഐ വിൽ ഗെയിൻ മോർ സ്കിൽ സെറ്റ്. ഞാൻ പുതിയ സ്കിൽ സെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിൽ മുന്നോട്ട് പോകും. ഐ എം ഷുവർ ഇഫ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു ബി എ ന്യൂ വേൾഡ്, I will be a new person. I will be a brand new version of myself.
this should be your decision as a warrior, because we decided to be a warrior, അല്ലെ? വാരിയർ ആകാൻ റെഡി അല്ലേ? ഇറ്റ്സ് അബൌട്ട് യുവർ ചോയ്സ്. നമ്മുടെ തീരുമാനം മാത്രമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പുതിയ ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ തോൽക്കാൻ തയ്യാറാകുകയല്ല വേണ്ടത്. പുതിയ ലോകത്ത് ഞാൻ പുതിയതായിരിക്കും, വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്ത് ഞാൻ പുതിയതായിരിക്കും. ഈ വെല്ലുവിളികളിലൂടെ അതിജീവിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവിധ ആശംസകളും. ഞാൻ കസാക്ക് ബെഞ്ചാലി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ കസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്ന പ്രൊഫൈലിനെ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ ബിസിനസ് പ്രോഗ്രാമിനെ കുറിച്ചും അതല്ലെങ്കിൽ സ്റ്റാഫ് മോട്ടിവേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം. നിങ്ങളുടെ സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്യണം, ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ബിസിനസ് ബൂം എന്ന് പറയുന്ന ഞങ്ങളുടെ ഓൺട്രപ്രണറിയൽ കോഴ്സിന്റെ ഭാഗം അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫേസ്ബുക്കും ഞങ്ങളുടെ വെബ്സൈറ്റും ഫോളോ ചെയ്യുക. ലോഗിൻ ടു www.benjali.com. താങ്ക് യു സോ മച്ച്. ഞാൻ കസാക്ക് ബെഞ്ചാലി.